നമസ്കാരം. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന പൊതു ചടങ്ങിൽ വെച്ച് രാജ്യത്തെ 9.26 കോടി കർഷകർക്കുള്ള PM കിസാൻ സമ്മാൻ നിധി അനുവദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20,000 കോടി രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. തുടർച്ചയായി 3-ാം തവണയും തന്നെ തെരഞ്ഞെടുത്ത വാരണാസിയിലെ ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. വാരണാസിയിൽ നടന്ന കിസാൻ സമ്മാൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയോടൊപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും പങ്കെടുത്തിരുന്നു. കാശിയെയും ഗംഗാ മാതാവിനെയും കാശി വിശ്വനാഥനെയും ഇവിടുത്തെ ജനങ്ങളെയും താൻ നമിക്കുന്നു എന്നാണ് ചടങ്ങിനിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യാൻ തന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുകൂടി മോദി പറയുന്നുണ്ട്. എന്തായാലും മോദി അധികാരത്തിലേറെ ആദ്യം ഒപ്പിട്ട ഫയൽ കർഷകർക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളത് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നമുക്കറിയാം, RSSും BJPയും തമ്മിലുള്ള ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർഷകർ തന്നെയായിരുന്നു. കർഷകരുടെ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നുള്ള കർശനമായ നിർദ്ദേശം RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങുകയും ചെയ്തിരുന്നു. കർഷക സമരമായിക്കോട്ടെ, രണ്ടാമതായി മുന്നോട്ട് വെച്ച മണിപ്പൂർ വിഷയമായിക്കോട്ടെ, ഇതിലൊക്കെ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിലവിൽ 20,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് നേരിട്ട് ലഭ്യമാകുന്ന രീതിയിൽ തന്നെയാണ് PM കിസാൻ സമ്മാൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ കർഷകരിൽ 60% സ്ത്രീകളാണ്. പക്ഷേ ഈ സ്ത്രീകളിൽ എത്ര പേർക്ക് നേരിട്ട് വരുമാനം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നത് ചർച്ചാ വിഷയമാണ്. നിലവിൽ സ്ത്രീകൾക്കുള്ള ധനസഹായം എന്ന നിലയ്ക്ക് 2,000 രൂപയാണ് നൽകുന്നത്. അത് നിലവിൽ 2,500 രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. എന്തായാലും വലിയ ഒരു നേട്ടം തന്നെയാണ് മോദിയെ സംബന്ധിച്ച് പറയാവുന്നത്. തെറ്റ് തിരുത്തേണ്ട ഇടത്ത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള വളരെ മാതൃകാപരമായ ഒരു നിലപാട് കൂടിയാണ് മോദി തന്റെ പ്രവർത്തനങ്ങളിലൂടെ തുറന്നു കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.